ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു എഡ്യൂ ടീച്ചർ കേരള. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആനുവൽ എക്സാമിൻ്റെ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളം മീഡിയം ഇടുമോ എന്നുള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് നവീന ശിലായുഗ കേന്ദ്രമായ എടക്കൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ് സംസ്ഥാനം? കേരളമാണ് അല്ലെ, കേരളം. അടുത്തത് മമ്മികൾ സൂക്ഷിച്ചിരുന്ന ശവകുടീരങ്ങളുടെ പിരമിഡുകൾ ഇവ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് സംസ്കാരമാണ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മമ്മി എന്ന് പറയുമ്പോൾ എന്താണ്? ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ബുദ്ധമതത്തിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയ ഘടകങ്ങൾ വിശദമാക്കുക. അപ്പൊ എന്തൊക്കെയാണ് ബുദ്ധമതം തകരാനുണ്ടായ കാരണങ്ങൾ? എന്താണ്? ആരംഭത്തിൽ കിട്ടിയതുപോലെ രാജാക്കന്മാരുടെ പിന്തുണ പിൽക്കാലത്ത് കിട്ടാത്തത് അല്ലെ. അതായത് തുടക്കത്തിൽ കിട്ടിയ പോലെ രാജാക്കന്മാരുടെ പിന്തുണ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബുദ്ധമതം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഏതൊക്കെയാണ്? മഹായാനം എന്നും ഹീനയാനം എന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. പിന്നെ വൈദിക മതത്തിന്റെ പുനരുത്ഥാനം. അപ്പൊ ഈ 3 പോയിന്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. 3 പോയിന്റിൽ 2 പോയിന്റ് എഴുതിയാൽ മതി. അടുത്തത് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന അംഗീകൃത ചിഹ്നങ്ങൾ ഭൂപടത്തിൽ ഏതെല്ലാം ഭൂസവിശേഷതകളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ആദ്യത്തെ നോക്കാം, അത് പാലമാണ്, പാലം. രണ്ടാമത്തത് ശവപ്പറമ്പ്. അടുത്ത ചോദ്യം നോക്കാം, വെള്ളപ്പൊക്കം ദുരന്തമായി മാറാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഏവ? എന്തൊക്കെയാണ് വെള്ളപ്പൊക്കം വരാതിരിക്കാൻ ഉള്ള ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പാടങ്ങൾ, കളങ്ങൾ എന്നിവ നികത്താതിരിക്കുക അല്ലെ. വെള്ളം കെട്ടി നിൽക്കാനുള്ള ഏരിയകളാണ് ഈ പാടങ്ങൾ, കളങ്ങൾ എന്നുള്ളതൊക്കെ. അപ്പൊ അവിടെ അതൊക്കെ നികത്തിയിട്ട് അവിടെ വീടും മറ്റു ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വെള്ളത്തിന് കെട്ടി നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യുക? പാടങ്ങളും കളങ്ങളൊക്കെ നികത്താതിരിക്കുക. പിന്നെ കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, നദികളിലെ മണലൂറ്റ് എന്നിവ തടയുക. പിന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക. അടുത്തത് നദീതീരങ്ങൾ കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുക. അപ്പോൾ ഇതൊക്കെയാണ് വെള്ളപ്പൊക്കം ഒരു ദുരന്തമായി മാറാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ. അടുത്ത ചോദ്യം നോക്കാം, സാമൂഹ്യ സംഘങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ? കൂട്ടായ്മ വളർത്തുന്നു. പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു. സഹവർത്തിത്വം വളർത്തുന്നു. അടുത്തത് പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. അപ്പൊ ഇതൊക്കെയാണ് സാമൂഹ്യ സംഘങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അടുത്തത് നോക്കാം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകൾ ഏവ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്കും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജികളെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും ഉള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾ അംഗീകാരം നൽകുന്നു. ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. പിന്നെന്താണ്? ദയാഹർജി തീർപ്പ് കൽപ്പിക്കൽ. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. ഒന്നുകൂടി നോക്കാം. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, അതുപോലെ സുപ്രീം കോടതിയിലേക്ക് ഹൈക്കോടതിയിലേക്കും ചീഫ് ജസ്റ്റിസിനെയും മറ്റും ജഡ്ജിമാരെയും നിയമിക്കൽ. പിന്നെന്താണ്? സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. അടുത്ത നോക്കാം, ഗുപ്ത കാലഘട്ടത്തിലെ ശാസ്ത്ര സാഹിത്യ മേഖലകളിലെ പുരോഗതി വ്യക്തമാക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ വിശാഖദത്തൻ എന്ന് പറയുന്നത് മുദ്ര രാക്ഷസം എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് അഭിജ്ഞാന ശാകുന്തളം ഏതാണ്? കാളിദാസനാണ്. ആര്യഭടൻ ആര്യഭടീയം. പിന്നെ അമരസിംഹൻ അമരകോശം.
അമരസിംഹൻ, അമരകോശം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഏതെങ്കിലും 3 ലക്ഷ്യങ്ങൾ ഏതാണ്? തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇതിലേതെങ്കിലും 3 എഴുതിയാൽ മതി ട്ടോ. അടുത്ത ചോദ്യം നോക്കാം. നീതി ആയോഗിന്റെ ഘടന വിശദമാക്കുക. ഈ നീതി ആയോഗിന്റെ ക്വസ്റ്റ്യൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഘടനയാണ് മറ്റേത്. അതിന്റെ ലക്ഷ്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. പ്രധാനമന്ത്രി അധ്യക്ഷനാണ്. അതുപോലെ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയമിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളാണ്. 2 പാർട്ട് ടൈം അംഗങ്ങളുണ്ട്, 4 ഔദ്യോഗിക അംഗങ്ങളുണ്ട്. അതാണ് ഘടന എന്ന് പറയുന്നത്. അടുത്ത നോക്കാം. തണ്ണീർത്തടങ്ങളെ അടിസ്ഥാനമാക്കി ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ് തണ്ണീർത്തടങ്ങൾ? തണ്ണീർത്തടങ്ങൾ എന്താണ്? ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പുനിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളെയും തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽ പെടും. അപ്പൊ ഈ തണ്ണീർത്തടങ്ങൾ രണ്ടാമത്തെ ചോദ്യം, നികത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കിണറുകളിലെ ജലനിരപ്പ് താഴ്ന്നു. പിന്നെന്താണ്? ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെയാണ് പിന്നെ തണ്ണീർത്തടങ്ങളിൽ നികത്തുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ക്രമപ്പെടുത്തി എഴുതാനുള്ളതാണ്. ട്രോപ്പോസ്ഫിയറിന്റെ എന്താണ് ട്രോപ്പോസ്ഫിയർ? ആ ഭാഗത്തുണ്ടാവുന്ന കാര്യം എന്താണ്? മേഘരൂപീകരണം അല്ലെ? സ്ട്രാറ്റോസ്ഫിയറോ ഓസോൺ പാളിയുള്ള ആ ഒരു ലെയറാണ് ഈ ഒരു സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. മീസോസ്ഫിയർ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നു. തെർമോസ്ഫിയർ ആണെങ്കിലോ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. അടുത്ത ചോദ്യം, 2018 കേരളത്തിൽ ഉണ്ടായ പ്രളയത്തിന്റെ ആഘാതങ്ങൾ വിശദമാക്കുക. അപ്പൊ ആദ്യം തന്നെ ജലസംഭരണികളുടെ ക്രമീകരണമാണ്. എന്താണ് സംഭവിച്ചത്? 2018 ഓഗസ്റ്റ് മുതൽ ഓഗസ്റ്റ് 19 വരെ പെയ്ത മഴയെ തുടർന്ന് ജലസംഭരണികളിലേക്ക് ഉണ്ടായ നീരൊഴുക്ക് സംഭരണികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ ജലത്തെ ക്രമീകരിക്കാനായി 37 അണക്കെട്ടുകളും തുറക്കേണ്ടി വന്നു. ഇടുക്കി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും 26 വർഷത്തിന് ശേഷം തുറക്കേണ്ടി വന്നു. അപ്പം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും. അടുത്തത് നോക്കാം. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ് കേരളത്തിന്റെ ഭൂഘടന എന്ന് പറയുന്നത്. ഇടുക്കി, വയനാട് ജില്ലകളിൽ പെയ്ത മഴ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇടയാക്കി. ആകെ 381 ഇടത്ത് ഉരുൾപൊട്ടലുകൾ ഉണ്ടായി. അപ്പോൾ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ആ ഒരു സമയത്ത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ? ഓർമ്മ ഉണ്ടാവും എല്ലാവർക്കും. അടുത്തത് നോക്കാം. കാർഷിക മേഖലയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്? 10.80 ലക്ഷം കർഷകരെ പ്രത്യക്ഷമായി ബാധിച്ചു. 2,36,650 ഹെക്ടർ പ്രദേശത്ത് കൃഷി നശിച്ചു. 51,194 ഹെക്ടർ കൃഷിഭൂമിയിൽ മാലിന്യങ്ങളും പ്രളയത്തിൽ ഒഴുകി വന്ന വസ്തുക്കളും അടിഞ്ഞുകൂടി. ഇതാണ് കാർഷിക മേഖലയിൽ ഉണ്ടായ ആഘാതം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ, ഒരുപാട് വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങി അല്ലെ? പശു, ആട്, എരുമ, പോത്ത്, കന്നുകാലി, പിന്നെ നായ, അതുപോലെ കോഴി, ഇതൊക്കെ ചത്തൊടുങ്ങി എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കാം. ജീവഹാനി. ആർക്കൊക്കെ? കുറേ പേര് മരിച്ചു അല്ലെ? 2018 മെയ് 29 മുതൽ 2019 ജനുവരി 30 വരെ 513 പേർക്ക് ജീവഹാനി സംഭവിച്ചു. അതിൽ 28 പേര് മുങ്ങി മരിച്ചു. അതുപോലെ 152 പേര് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിൽ പെട്ടും. അതുപോലെ 153 പേര് മറ്റു വിധേനയും മരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് 2018 വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ഒരു ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാമൂഹ്യ നിയന്ത്രണം. സാമൂഹിക നിയന്ത്രണത്തിന്റെ 2 ഭാഗങ്ങളാണ്. ഒന്ന് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണവും ഔപചാരിക സാമൂഹ്യ നിയന്ത്രണവും. അടുത്തത് അനൗപചാരികത്തിൽ വരുന്നതാണ് മതം, കുടുംബം, സമപ്രായക്കാരുടെ. ഔപചാരികതയിൽ വരുന്നതാണ് പോലീസ്, പട്ടാളം, കോടതി, ജയില്.
ഓക്കെ. അടുത്ത നോക്കാം, പ്രാദേശിക വികസനത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ പങ്ക്. ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ 3 പഞ്ചായത്താണല്ലേ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ വരുന്നതാണ് പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡ് തല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു. ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് എന്താണ് ചെയ്യുന്നത്? ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിലേക്ക് സമർപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് എന്താണ് ചെയ്യുന്നത്? ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാതല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു. എന്നിട്ടത് സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 പഞ്ചായത്താണുള്ളത്: ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ പങ്കൊക്കെ എഴുതണം, ഇതേപോലെ എഴുതണം കേട്ടോ. അടുത്തത് നോക്കാം, ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണത്തിന് സഹായമാകുന്ന പ്രവർത്തനങ്ങൾ വിശദമാക്കുക. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടു വളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.